5 ആഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം 2 മാസത്തെ വിശ്രമത്തിനായി എത്തിയ പോപ്പ് ഫ്രാൻസിസ് ഇന്നലെ സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് അതേക്കുറിച്ച് തോന്നുന്നത്? വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ വായിക്കും. മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ, 88 വയസ്സ് നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ശാന്തവും സമാധാനപൂർണവുമായ ഈ ഒരു മരണത്തെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ദൈവവചനം വളരെ അന്വർത്ഥമാണ് പത്രോസിൻ്റെ പിൻഗാമിയുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം ക്രൈസ്തവ ലോകം ഏറ്റവും വിശുദ്ധവും ആധ്യാത്മിക ഒരുക്കത്തോടെ ധ്യാനാത്മകവുമായിട്ട് ആചരിക്കുന്ന വലിയ ആഴ്ചയ്ക്ക്, പെസഹ ആഴ്ചയ്ക്ക് ശേഷം ഉയർപ്പിൻ്റെ വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത ജീവിതം, ഫ്രാൻസിസ് മാർപ്പാപ്പ അവശേഷിപ്പിച്ച മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, കാഴ്ചപ്പാടുകളൊക്കെയും കാലത്തോട് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു, അത് അറിഞ്ഞിട്ടുള്ള നിലപാടുകളായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മനോഹരമായ സൂചനയാണ് ശാന്തവും ഒരു കവിത പോലെ സുന്ദരവുമായ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാട് നമ്മളെ ഓർപ്പെടുത്തുന്നത്. ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ വന്ന് വേണ്ട വിശ്രമവും പ്രാർത്ഥനയും ഒരുക്കവും ഒക്കെ നടത്തി വളരെ ശാന്തവും സൗമ്യവുമായി ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. അത്രമേൽ സുന്ദരവും ദീപ്തവുമായ ഒരു മരണം, മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷത്തിലും ആ സമാധാനത്തിൻ്റെ അനുഭവത്തിലും ഈ ലോകത്തിൽ നിന്ന് യാത്രയാകാൻ പറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ക്രൈസ്തവ ലോകം ഓർപ്പിക്കുന്നതൊക്കെയും അദ്ദേഹം 2013 പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് ശേഷം ഈ സഭയുടെ ലോകമെങ്ങും പരന്നു കിടക്കുന്ന കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യനായിട്ട്, പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് പരിശുദ്ധ സിംഹാസനത്തിൽ അദ്ദേഹം അവരോധിക്കപ്പെടുന്ന നാൾ മുതൽ ലോകത്തെ നിരന്തരം അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടാണിരിക്കുന്നത്. പത്രോസിൻ്റെ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്നിട്ട് മാർപ്പാപ്പയായി ചുമതലയേറ്റെടുത്ത ആദ്യത്തെ ദിവസം ലോകത്തിന് മുഴുവൻ ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വത്തിക്കാൻ ചത്തുരത്തിൽ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ ഒരുമിച്ച് കൂടിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ ശിരസ് കുനിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരുപക്ഷെ നീണ്ട കത്തോലിക്ക സഭയിലെ ആത്മീയ നേതൃത്വങ്ങളുടെ ചരിത്രത്തിൽ തന്നെ നൂതനവും വിപ്ലവകരവുമായ ആ ഒരു പ്രവൃത്തി മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ നിരന്തരം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുമൊക്കെയും നിരന്തരം മനുഷ്യരെ ഭാവാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താത്തെ അല്ല പെരിഫെറിയെ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ നിരന്തരം അദ്ദേഹം പുരോഹിതരോട് പറഞ്ഞുകൊണ്ടിരുന്നു, സഭയോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ അരികുകളിലേക്ക്, വിളിമ്പുകളിലേക്ക് പോകണം. വെണ്ണപ്പാളികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സഭയല്ല, മറിച്ച് വിയർപ്പും കണ്ണുനീരും ഒക്കെ മണക്കുന്ന സാധാരണക്കാരൻ്റെ ഇടങ്ങളിലേക്ക് നിങ്ങൾ പറിച്ചു നടന്ന ഈ സഭയെന്ന് നിരന്തരം അദ്ദേഹം ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നസ്രത്തിലെ നിത്യ വിപ്ലവകാരിയുടെ എല്ലാ അഗ്നിസ്ഫുലിംഗങ്ങളും ജ്വലിച്ചു നിന്നിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ ലോകത്തിന് പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുകയും ദാരിദ്ര്യത്തിൻ്റെ അങ്കികൾക്ക് ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റും, അത്യാഡംബരത്തിൻ്റെയും ഭൗതിക പ്രതാപങ്ങളുടെയും ഈ ധരിച്ച വസ്ത്രങ്ങളൊക്കെയും സഭയെ ജീർണിപ്പിക്കുകയുള്ളൂ, എന്നാൽ ദരിദ്രൻ്റെ അങ്കികൾ കൊണ്ട്, അവൻ്റെ കീറിപ്പറഞ്ഞ അങ്കികൾ കൊണ്ട് ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് ഈ ലോകത്തോട് ഉറക്കെ പറഞ്ഞ മനുഷ്യനെയാണ്, അസീസിലെ ഫ്രാൻസിസിനെയാണ് ലോകം രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേര് തന്നെ തിരഞ്ഞെടുക്കുകയും ഈ കാലഘട്ടത്തിൽ സഭയും ആത്മീയ മണ്ഡലങ്ങളൊക്കെയും കടന്നു പോകേണ്ട ഒരു മഹാശൂന്യവൽക്കരണത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു പുതിയ കാലത്തെ സുവിശേഷത്തിൻ്റെ സകല വിപ്ലവ സൗന്ദര്യത്തോടും കൂടി 21ാം നൂറ്റാണ്ടിന് പരിചയപ്പെടുത്തുകയും അങ്ങനെ ഈ സഭയും നസ്രായന ഈശോയുടെ സുവിശേഷവും കാലഹരണപ്പെടാതെ പ്രോജ്വലിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേപ്പസി
യുടെ ഏറ്റവും വലിയ ലെഗസി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ചാക്രിക ലേഖനങ്ങൾ, ലൗദാത്തോ സി എന്ന് പറയുന്ന ആ മനോഹരമായ കാവ്യാത്മകമായ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനം ഒരുപക്ഷെ ആധുനിക കാലഘട്ടങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെയും നമ്മുടെ ചുറ്റുപാടുകളെയും പരിസ്ഥിതിയും ഒക്കെയും പുനർജീവിപ്പിക്കേണ്ടതും പ്രകൃതിയുടെ കാവൽക്കാരനാണ് മനുഷ്യനെന്നുള്ള വിശുദ്ധ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിനെ നമ്മുടെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഭാഷയിൽ പുനരവതരിപ്പിക്കാനാണ് അദ്ദേഹം അതിലൂടെ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ നിലപാടുകൾ ഒക്കെയും, പ്രത്യേകിച്ച് സമൂഹം മാറ്റി നിർത്താൻ വ്യഗ്രതപ്പെടുന്ന ആളുകളുടെ ഒക്കെയും പക്ഷം ചേർന്ന് അദ്ദേഹം നടക്കുകയാണ്. ഈ പെസഹ തിരുനാളിലും ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ കാണുകയും കണ്ണു നിറയുകയും ചെയ്ത ഒരു കാര്യം, വത്തിക്കാൻ്റെ പരിസരത്തുള്ള റോമിലെ ജയിലുകളിലൊന്നിലേക്ക് കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് കടന്നു ചെല്ലുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവൃത്തിയുടെ ചിത്രങ്ങളാണ്. നോക്കൂ, അദ്ദേഹം കാല് കഴുകി ചുംബിക്കുന്നത് തടവുകാരുടെ, സ്ത്രീകളുടെ, കുറ്റവാളികളുടെ ഒക്കെ കാല് കഴുകി അദ്ദേഹം ചുംബിക്കുമ്പോൾ 2000 വർഷങ്ങൾക്കപ്പുറത്ത് സഖിയോൻ ശാലയിൽ നസ്രായന ഈശോ കാണിച്ചു തന്ന അതേ ശൂന്യവൽക്കരണത്തിന്റെ മാതൃകയ്ക്ക് ഇന്നും മനുഷ്യരെ വീണ്ടെടുക്കാൻ പറ്റും. ദൈവം മനുഷ്യരെ വീണ്ടെടുക്കുന്നത് കരുണ കൊണ്ടാണ്, കരുണ കൊണ്ട് മാത്രമാണ്. അത് നിയമത്തിൻ്റെയോ കാർക്കശ്യത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ഗർവ് കൊണ്ടല്ല എന്ന് ഉള്ള ക്രിസ്തു മാതൃക ലോകത്തോട് ഏറ്റവും മനോഹരമായി സംവദിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹം പത്രോസിൻ്റെ പിൻഗാമിയായി ചുമതല ഏറ്റെടുക്കുന്ന ആ ഒരു കാലഘട്ടം ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടും പരിചയമില്ലാത്തൊരു സംഭവം നടന്നതിന് ശേഷമാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജിവെക്കുന്നു. അത് തന്നെ ലോകത്തെ ക്രൈസ്തവ സമൂഹത്തെ, വിശ്വാസികളെ ഞെട്ടിപ്പിക്കുകയാണ്. ഒരു മാർപ്പാപ്പ ആധുനിക കാലത്ത് അങ്ങനെ രാജിവെച്ച ചരിത്രമില്ല. അപ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു സഭയുടെ അമരത്തേക്ക് അദ്ദേഹം വരികയും, എന്നാൽ ഊർജമൊട്ടും കളയാതെയും പ്രതീക്ഷകൾക്കൊട്ടും ഭംഗം വരുത്താതെയും പുതിയ തീരങ്ങളിലേക്ക് അദ്ദേഹം ലോകത്തെ നയിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് പോപ്പ് എന്നാണല്ലോ. അദ്ദേഹം ഒരു കുടിയേറ്റക്കാരനായിരുന്നു എന്നും അർജന്റീനയുടെ തെക്കേ അറ്റത്തുള്ള അദ്ദേഹത്തിന്റെ കുടിയേറ്റ ഗ്രാമത്തെ കുറിച്ചുള്ള, പൂർവികരെ കുറിച്ചുള്ള പ്രതീക്ഷകളും വാരിപ്പിടിച്ച് പുതിയ തീരങ്ങളിലേക്ക് കടന്നുപോയ തൻ്റെ പൂർവികരെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ഒരു കുടിയേറ്റക്കാരുടെ മകൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും പിറന്ന നാടും വളർന്ന മണ്ണും പറഞ്ഞു പരിചയിച്ച ഭാഷകളും ഒക്കെ വിട്ട് ദൂരദേശങ്ങളിലേക്ക് പ്രതീക്ഷയെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യരോട് അദ്ദേഹത്തിന് അഗാധമായ അലിവും കരുതലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ജപമാലയുടെ ലുത്തനയിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെ ആശ്രയമേ എന്ന് അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിലെ നീണ്ട, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന പലായനങ്ങളിൽ അകപ്പെടുന്ന മനുഷ്യരോട് പക്ഷം ചേരാനുള്ള പത്രോസിന്റെ പിൻഗാമിയുടെ ആ ഒരു ദീപ്തമായ കാഴ്ചപ്പാട് ലോകത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 88 വയസ്സ് നീണ്ട ജീവിതം, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ ജീവിതം എത്രയോ സുന്ദരമായ, വിപ്ലവകരമായ സുവിശേഷത്തെ ഈ കാലഘട്ടത്തിന് ചേർന്ന വിധത്തിൽ ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞാലും തീരാത്തത്ര ദീപ്തവും സുന്ദരവും സൗമ്യവുമായൊരു ജീവിതം അദ്ദേഹം ജീവിച്ചു തീർത്തു. എന്നും എല്ലായ്പ്പോഴും ആരുടെയും മുമ്പിൽ തുറന്നിട്ട വാതിൽ കണക്കുള്ള ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പെരിഫറികളിലുള്ളവരോട്, വിളിമ്പുകളിലുള്ള മനുഷ്യരോട്, അത് ശാരീരികമായിട്ടാവട്ടെ മാനസികമായിട്ടാവട്ടെ സമൂഹം മാറ്റി നിർത്തിയവരോ മുഖ്യധാരയിലേക്ക് ഓടിയെത്താൻ പറ്റാത്തവരോ ആയിട്ടുള്ള സകല മനുഷ്യരോടുമുള്ള അദ്ദേഹത്തിന്റെ അലിവും ആർദ്രതയുമാണ് ഈ കാലഘട്ടത്തിൽ ആത്മീയ നേതൃത്വങ്ങൾക്കൊക്കെയും ഫ്രാൻസിസ് മാർപ്പാപ്പ മുമ്പിൽ നിന്ന് വിപ്ലവകരമായിട്ട് നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയെ, വിശുദ്ധ വേദപുസ്തകത്തെ നൂതനവും ജീവനുള്ളതുമായിട്ട് അവതരിപ്പിക്കാൻ
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളോടും അധിനിവേശങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളും വളരെ പ്രസക്തിയുള്ളതായിരുന്നു. അധിനിവേശങ്ങളോട്, യുദ്ധങ്ങളോട് അദ്ദേഹം നിരന്തരം യുദ്ധപ്രിയരും കലഹപ്രിയരുമായിട്ടുള്ള ലോക നേതാക്കന്മാരോട് ക്രിസ്തു പ്രക്ഷുബ്ധമായ കടലിനെ നോക്കി അടങ്ങുക, ശാന്തമാവുക എന്ന് പറഞ്ഞതുപോലെ ശാന്തരാകാൻ പറഞ്ഞ, സമാധാനത്തിന്റെ വഴിയിലേക്ക് പറഞ്ഞത്ര പ്രവാചക ധീരത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ഫാദർ, മറ്റൊരു കാര്യം നമുക്കറിയാം, കലുഷിതമായ കാലഘട്ടങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത ധീരമായ തീരുമാനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പുട്ടിൻ്റെ അവിടുത്തെ സഭാ നേതാവിനോട് അദ്ദേഹം പറയുകയുണ്ടായി, പുട്ടിൻ്റെ അൾത്താരപാലനായി നിൽക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇസ്രായേലിനോടടക്കം മാർപ്പാപ്പ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. കൊലപാതകങ്ങൾ എന്ന് വെച്ചാൽ ഒരു ജനോസൈഡൽ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അത്ര നല്ലതല്ല, സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന്. ഈ ഇന്നലെ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ, അദ്ദേഹം എഴുതി കൊടുത്ത ആ പ്രസംഗത്തിൽ ഊന്നി നിന്നത് ഈ സമാധാനത്തിൻ്റെ ഒരു ഭാഷയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഒരു സമാധാനത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ സൂചിപ്പിക്കുന്നു, അനലിസ്റ്റുകൾ പറയുന്നു, അങ്ങനെ നിരവധി ആളുകൾ ചർച്ച ചെയ്യുന്നു, ലോകം വളരെ വലിയ ഒരു കലുഷിതമായ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു സംഘർഷ പൂരിതമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭയാർത്ഥികളുടെ എണ്ണമാണെങ്കിലും ലോകത്തിൻ്റെ നാനാപോലും, പക്ഷേ ഉക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ തന്നെ ഇപ്പോൾ പലസ്തീന അവിടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ലോകം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ അടക്കം നിരവധി രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമായ ബർമ്മയിൽ പോലും, മ്യാൻമറിൽ പോലും അവിടെ വളരെ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ അഭയാർത്ഥികളായി മാറുന്ന സാഹചര്യമുണ്ടായി. നിരവധി രാജ്യങ്ങളിൽ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യങ്ങൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം, അത് എത്രത്തോളം ലോകം ആഗ്രഹിക്കുന്ന ഒന്നാണ്, അഭിവാഞ്ചിക്കുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ എത്രത്തോളം ലോകം അത് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ശബ്ദം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിശുദ്ധ സുവിശേഷങ്ങളിൽ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്ന കാര്യമുണ്ട്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവോത്തരന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ഒരു സമാധാനത്തിന്റെ സ്ഥാപനത്തിന് ലോകത്തിന്, ആത്മീയ ലോകത്തിന് മുൻപിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. അതുകൊണ്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്, യുദ്ധങ്ങളോടും യുദ്ധപ്രിയരായി നിൽക്കുന്ന ആളുകളോടും കലഹിക്കുന്ന നേതൃത്വത്തോടും ഒക്കെ അദ്ദേഹം നിരന്തരം അടങ്ങുക, ശാന്തമാവുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും, പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും വംശീയാക്രമണങ്ങളുടെയും പലായനങ്ങളുടെയും ഒക്കെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു പുതിയ ദിശാബോധവും അതുപോലെ തന്നെ ഒരു ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒരു നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഫാദർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ ഈ വത്തിക്കാൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എക്സ്കവേഷനുകൾ നടത്തുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അപ്പോൾ പൗരസ്ത്യ സഭകളിലേക്ക് അത് കൈമാറുകയും എന്ന് വെച്ചാൽ ഒരു ഒത്തൊരുമയുടെ ഒരു ജീവിതത്തിലേക്ക് എല്ലാ മനുഷ്യരെയും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും, അത് സഭാ വ്യത്യാസമില്ലാതെ, അതുമല്ലെങ്കിൽ വിശ്വാസ വ്യത്യാസമില്ലാതെ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിൻ്റെ ആ വിശാലമായ സ്നേഹത്തിലേക്ക് എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുന്ന കത്തോലിക്ക സഭയുടെ ആ ഒരു ഹൃദയ വിശാലത, ക്രിസ്തുവിൻ്റെ ആ ഒരു വിശാലത, അത് പോപ്പ് ഫ്രാൻസിസ് ധാരാളമായി കാണിക്കുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് നാം കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് സഭാചരിത്രത്തിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത്? കാരണം എത്രയോ കാലഘട്ടങ്ങളായി നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിൽ എത്രയോ കാലഘട്ടങ്ങളായി ഭിന്നിപ്പിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും നേതൃത്വത്തിലുള്ള ആൾ തന്നെ ഇതുപോലെ ഇത്രയും വിശാലമായ ഒരു ലോകത്തിലേക്ക്, ഒരു വിശ്വാസ ഒരു പാരമ്യതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, വ്യത്യസ്തമായ വിശ്വാസത്തിലുള്ളവരെ ക്ഷണിക്കുമ്പോൾ, അത് സഭയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നതാണ് എന്നാണ് ഫാദർ തോന്നിയിട്ടുള്ളത്?
അതായത് പരിശുദ്ധ കത്തോലിക്കാ സഭ 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ്. അതിൽ 23 സഭകളും പൗരസ്യ സഭകളാണ് എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലത്തീൻ സഭയും 23 പൗരസ്യ സഭകളും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം ആണ് ഞാൻ വിചാരിക്കുന്നു പൗരസ്യ സഭകൾക്ക് വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സഭയുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ലത്തീൻ സഭയുടെ ഒരു ആരാധനാ രീതി പൗരസ്യ സഭകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് പൗരസ്യ സഭകളുടെ ആരാധന രീതികൾ സംരക്ഷിക്കപ്പെടണം. അത് ആരാധനക്രമത്തിന്റെ ആ ഒരു പാരമ്പര്യങ്ങളുടെ നിലനിൽപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വളരെ ഗൗരവത്തോടെ എടുത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ നിന്ന് സംസാരിക്കുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയടക്കം വിദേശ രാജ്യങ്ങളിൽ ലത്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പൗരസ്ത്യ സഭകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു, രൂപതകൾ സ്ഥാപിക്കപ്പെടുന്നു, അവിടെ അജപാലനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കിട്ടുന്നു. ഇതൊക്കെ വളരെ ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാർഡിനൽ ക്ലൗദിയോ ഗുജറോത്തി പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നത് പൗരസ്ത്യ സഭകളോടും അതിന്റെ തലമയോടും പാരമ്പര്യത്തോടും അങ്ങേയറ്റം ആദരവുള്ള, ഒരുപക്ഷെ മുൻകാല മാർപ്പാപ്പമാർ ലിയോ 13 മാർപ്പാപ്പയെ പോലെയുള്ള ആളുകൾ ഓറിയന്താലും ദിഗ്നിറ്റാസ് പൗരസ്യ സഭകളുടെ മഹത്വവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളുടെ സാരാംശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ പൗരസ്യ സഭകളുടെ ചുമതലയ്ക്ക് നിയമിച്ചു എന്ന് പറയുന്നത് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയെക്കുറിച്ച്, സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും ആ ഐക്യത്തിൽ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിസഭയ്ക്കുമുള്ള സവിശേഷമായ പങ്കും ആ സഭയുടെ പാരമ്പര്യവും അതിന്റെ ആരാധന രീതികളും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഉറച്ച കാഴ്ചപ്പാടും ബോധ്യവും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആധുനിക കാല മാർപ്പാപ്പമാരിൽ ഒരുപക്ഷെ പൗരസ്യ സഭകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ലോകമെങ്ങുമുള്ള യൂറിസ്ഡിക്ഷൻ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ നമുക്കൊരു പുതിയ പ്രതീക്ഷ കിട്ടുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കയുടെ കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സഭകളുടെ കൂട്ടായ്മയിൽ പൗരസ്യ സഭകൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് അത് നിലനിർത്തേണ്ടതിനെ കുറിച്ചൊക്കെ വളരെ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പൗരസ്യ സഭകൾക്ക് അവയുടെ പാരമ്പര്യങ്ങളും തനിമയും ആരാധന രീതികളുമൊക്കെ അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ നിർണായകമായിരുന്നു എന്നുള്ളത് നമുക്ക് നന്ദിയോടുകൂടി തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ഫാദർ, മറ്റൊരു കാര്യം നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം ലോകമാസകലം നടന്ന് സഭയുടെ ആ ഒരു ക്രിസ്തു തന്ന ആ ദർശനം ലോകമാസകലം അദ്ദേഹം എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. എനിക്ക് തോന്നുന്നു USSRന്റെ കാലഘട്ടത്തിൽ അവർ പറയുന്നൊരു സാഹചര്യമുണ്ടായി, വത്തിക്കാന് എവിടെയാണ് ആർമി, വത്തിക്കാന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ പരിഹാസത്തോടെ പുച്ഛിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പോളണ്ടിൽ കമ്മ്യൂണിസം തകർന്നു വീഴുമ്പോൾ ഒരുപക്ഷെ അത് സഭയെ പുച്ഛിച്ച, ആർമി എവിടെ എന്ന് പറഞ്ഞ് പുച്ഛിച്ച സോവിയറ്റ് യൂണിയൻ പോലും അമ്പരന്ന് പോയി എന്നുള്ളതായിരുന്നു വാസ്തവം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സഭയുടെ ശക്തി എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത്ര വലിയൊരു ഡിപ്ലോമാറ്റായി ശോഭിച്ച ഒരാളാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മഹാപണ്ഡിതനായ മനുഷ്യൻ, ഒരു വിശ്വാസ കാര്യങ്ങളിലെല്ലാം വളരെ അധികം പണ്ഡിതനായ മനുഷ്യനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ ആയിരുന്നു സഭ കടന്നുപോയത്. അതിനുശേഷമാണ് ഇത്രയും വിശാല മനസ്കനായ ഒരു മാർപ്പാപ്പ എത്തിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും വ്യത്യസ്തമായ മാർപ്പാപ്പമാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാണെങ്കിലും വളരെ നന്ദി ഫാദർ ഞങ്ങളോട് ഈ നിമിഷം പ്രതികരിച്ചതിന്.